തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മൾ വിചിന്തനം ചെയ്യുന്നത് കുടുംബത്തെക്കുറിച്ചാണ്. കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടമായി മാറിയെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമുക്കറിയാം, എല്ലാവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനും ആ കുടുംബത്തിലുള്ള അപ്പൻ, അമ്മ, കുഞ്ഞുങ്ങൾ, ആരെങ്കിലുമൊക്കെ ആവട്ടെ, ആ കുടുംബാംഗങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. നമുക്കറിയാം, പട്ടിക്ക് കൂടുണ്ട്, പന്നിക്ക് കൂടുണ്ട്, കിളിക്ക് കൂടുണ്ട്. പക്ഷേ മനുഷ്യരാരും പറയില്ല നമുക്ക് കൂടുണ്ടെന്ന് പറയില്ല, അല്ലേ? നമുക്ക് കൂടല്ല ഉള്ളത്, നമുക്ക് വീടാണുള്ളത്. വീട് എന്ന വാക്കിന് ശബ്ദധാരാവലിയിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് വിട്ടുപോകേണ്ട ഇടം. അതാണ് വീട് എന്ന വാക്കിൻ്റെ അർത്ഥം. കൂട്ടിൽ എന്താണ് വിശേഷം? തിന്നുക, കുടിക്കുക, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, തീർന്നു. വീടതല്ല. വീടിൻ്റെ അടിത്തറ സ്നേഹമാണ്. വീട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉത്ഭവിച്ച ആശയമാണ്, മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല. വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ നമ്മൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഒരു വീടിനെക്കുറിച്ചാണ് അവിടെ നമ്മൾ ആദ്യം കാണുക. ആദത്തിൻ്റെയും ഹവ്വയുടെയും ഭവനത്തെക്കുറിച്ചാണ് നമ്മളവിടെ കാണുക. പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ മത്തായി സുവിശേഷത്തിലും ഇത് തന്നെയല്ലേ? യേശുവിൻ്റെ മാതാവും യോസേപ്പിതാവും ഉണ്ണിയേശുവും അടങ്ങുന്ന ഒരു തിരുക്കുടുംബത്തെയാണ് അവിടെ നമ്മൾ കാണുക. അപ്പോൾ കുടുംബങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ ആദ്യം മുതൽ, പഴയ നിയമത്തിൻ്റെ ആരംഭം മുതൽ പുതിയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് കുടുംബം എന്നുള്ള ചിത്രം. എന്നാൽ ഈ ആധുനിക യുഗത്തിൽ കുടുംബം മുഴുവൻ ശിഥിലമായി പോകുന്നു. ധാരാളം കുടുംബ ബന്ധങ്ങൾ പൊട്ടിത്തകരും നമുക്ക് കാണാം. ധാരാളം കുടുംബ ബന്ധങ്ങൾ തകർന്ന് ഡിവോഴ്സിൻ്റെ വക്കത്തായി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എങ്ങനെയാണ് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക? വേദപുസ്തകം അതിനെന്താണ് പറയുന്നത്? ബൈബിൾ എന്തു പറയുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ ഏറ്റവും അടിത്തറ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായത്തിലെ ഗിരിപ്രഭാഷണമാണ്, അഥവാ മലയിലെ പ്രസംഗം. ആ മലയിലെ പ്രസംഗത്തിൽ യേശുക്രിസ്തു 2 വീടുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു വീടിൻ്റെ 2 വീടിൻ്റെയും റൂഫ് ഒരുപോലെയായിരുന്നു, 2 വീടിൻ്റെയും ഭിത്തി ഒരുപോലെയായിരുന്നു, 2 വീടിൻ്റെയും പെയിൻറ്റിങ് ഒരുപോലെയായിരുന്നു, 2 വീടിൻ്റെയും ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഒരുപോലെയായിരുന്നു. പക്ഷേ 2 വീടിൻ്റെയും അടിത്തറ 2 തരത്തിലുള്ളായിരുന്നു. 3 പ്രശ്നങ്ങൾ 2 വീടിനും ഉണ്ടായി എന്ന് ബൈബിളിൽ നമ്മൾ കാണുന്നു. മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി. അതിലൊരു വീട് തകർന്ന് തരിപ്പണമായി എന്ന് ബൈബിളിൽ നാം വായിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനമായിരുന്നു അത്. ഏത് വീടാണ് തകർന്നു പോയത്? അടിത്തറയില്ലാത്ത മണലിൽ പണിത വീട്. എന്താണ് മണലിൽ പണിയുക എന്ന് പറഞ്ഞാൽ, അത് മനസ്സിലാകാത്തിടത്തോളം കാലം നമുക്ക് ആ വേദഭാഗം നമുക്ക് ശരിക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്താണ് മണലിൽ പണിത ഭവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യേശുക്രിസ്തു സ്പഷ്ടമായി പറഞ്ഞു, എൻ്റെ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അവ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് വീട് പണിത ഭോഷനായ മനുഷ്യന് തുല്യനായിരിക്കും. ദൈവത്തിൻ്റെ വചനം കേട്ടു, ദൈവത്തിൻ്റെ വചനം ഒരുപക്ഷെ മനസ്സിലായി കിട്ടി, പക്ഷേ ദൈവത്തിൻ്റെ വചനം ആരനുസരിക്കാതിരിക്കുന്നു അവരുടെ വീടാണ് തകർന്നു പോവുക. എന്നാൽ ആരുടെ ഭവനമാണ് പാറമേൽ പണിതത്? ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയും അത് അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിൻ്റെ വീട്. പ്രശ്നങ്ങളുണ്ടാകാം, മഴ പെയ്യാം, കാറ്റൂതാം, വെള്ളപ്പൊക്കമുണ്ടാകാം. ഇതൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇതെല്ലാം ഉണ്ടാകും, പക്ഷേ ആ ഭവനം തകർന്നു പോവുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, വീട് തകരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാത്തത് കൊണ്ടാണെന്ന് ദൈവവചനം സ്പഷ്ടമായി പറയുന്നു. നിങ്ങളുടെ ശ്രദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഒരു വാക്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാം വാക്യം വളരെ ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവർത്തനം 3-ന്റെ 25-ാം വാക്യം. അവിടുന്ന് അബ്രാഹത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിൻ്റെ സന്തതി വഴി അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തിയുടെ പുസ്തകം 22 പറയുന്ന അതേ വാക്യം പുതിയ നിയമത്തിലേക്ക് കോട്ട് ചെയ്തിരിക്കുകയാണത്. അപ്പോസ്തല പ്രവർത്തനം 3-ന്റെ 25-ാം വാക്യം അബ്രാഹത്തോടാണ് പറയുന്നത്. അവിടുന്ന് അബ്രാഹത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിൻ്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. ശ്രദ്ധിക്കണേ, അബ്രാഹത്തോട് അരുളി ചെയ്ത കാര്യമാണ്. അബ്രാഹത്തോട് പറയുന്നു, നിൻ്റെ സന്തതി വഴി ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഒരു ചോദ്യം നമ്മോട് ആരെങ്കിലും ചോദിച്ചാലോ? അബ്രാഹത്തിൻ്റെ സന്തതി ആരാണെന്ന് ചോദിച്ചാലോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാമോ? അബ്രാഹത്തിൻ്റെ ഭാര്യയായിരുന്നു സാറ. ആ സാറായിൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിൻ്റെ പേരാണ് ഇസഹാക്ക്. പുഞ്ചിരി, അല്ലെങ്കിൽ ദൈവം പുഞ്ചിരി പൊഴിക്കട്ടെ എന്നൊക്കെയാണ് ഇസഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. അബ്രഹാമിന് സാറായിലുണ്ടായ കുഞ്ഞാണ് ഇസഹാക്ക്. എന്നാൽ അബ്രഹാം വീണ്ടും വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ.
അബ്രഹാമിന് ഹാഗാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയിൽ അബ്രഹാമിനുണ്ടായ കുഞ്ഞാണ് ഇസ്മായേൽ. ദൈവം കേട്ടു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ 2 മക്കളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി, ഒന്ന് ഇസാക്കിനെക്കുറിച്ചും 2 ഇസ്മായിലിനെക്കുറിച്ചും. എന്നാൽ ബൈബിൾ ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് കാണുന്നു. കെത്തൂറ എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. ഉൽപ്പത്തി 25-ന്റെ ആദ്യ വാക്യം, അബ്രഹാം കെത്തൂറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവളിൽ അവന് സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്ക്, ഷുവാഹ് എന്നിവർ ജനിച്ചു. 6 മക്കൾ. കെത്തൂറ എന്ന് പറയുന്ന സ്ത്രീയിൽ 6 മക്കളും, അതുപോലെ തന്നെ സാറായിൽ ഒരാളും ഹാഗാറിൽ ഒരാളും. അപ്പോൾ 6 × 2 8 മക്കൾ ജനിച്ചു. 8 മക്കൾ അബ്രഹാമിനുണ്ടായെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തല പ്രവർത്തനം 3-ന്റെ 25-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? അവിടുന്ന് അബ്രാഹാത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹിക്കപ്പെടും. വായിക്കുന്ന ആൾ ബൈബിൾ തിരിച്ചും മറച്ചും നോക്കുമ്പോൾ, ദൈവമേ, സാറായിൽ ഇസാക്ക് ജനിച്ചു, ഹാഗാറിൽ ഇസ്മായിൽ ജനിച്ചു, കെതൂറായിൽ 6 പിള്ളേർ ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെ ആരിലൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ ധാരാളം കൂടിയതുകൊണ്ട് ഒരുവിധം ആളുകൾ അതിൻ്റെ ഉത്തരം പറയും, ദൈവത്തിൻ്റെ വാഗ്ദാന സന്താനമാണ് ഇസാക്ക്. അബ്രഹാത്തിന് ദൈവം വാക്ക് പറഞ്ഞു കൊടുത്ത സന്താനമാണ് ഇസാക്ക്. ആ ഇസാക്കിലൂടെ ആയിരിക്കും ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുക. അല്ല, തെറ്റുപറ്റി. ദൈവത്തിൻ്റെ വചനം വീണ്ടും സ്പഷ്ടമായും സൂക്ഷിച്ചും വായിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, കുടുംബം അനുഗ്രഹിക്കപ്പെടാനുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ബൈബിളിലേക്ക് വീണ്ടും നോക്കണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, വേദപുസ്തകം അല്പം മാത്രം വായിക്കുന്നത് കൊണ്ടും വേദപുസ്തകം അധികം വിചിന്തനം ചെയ്യാത്തതുകൊണ്ടും വേദപുസ്തകത്തിൻ്റെ ഉത്തരങ്ങളിലേക്ക് ആളുകൾക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. നമ്മുടെ പുതിയ തലമുറ നിരീശ്വരത്വത്തിലേക്ക് പോകുന്നു, ദൈവത്തെ ഡിനേ ചെയ്ത് ജീവിക്കുന്നു, പാപസുഖമോഹങ്ങളിൽ ജീവിക്കുന്നു. ഈ ബൈബിൾ പഴയ കാലത്തുള്ളൊരു പുസ്തകമല്ലേ, ഇതിൽ യാതൊരു കഥയുമില്ലെന്ന് ചിന്തിക്കുന്നവർ അതൊരു മതഗ്രന്ഥം എന്ന അർത്ഥത്തിൽ മാത്രം കാണുന്നു. തിരുവചനങ്ങളെ സൂക്ഷ്മമായി പഠിക്കുന്നില്ല. വിശുദ്ധ ജെറോം പറയുന്ന പോലെ വചനത്തെക്കുറിച്ചുള്ള അജ്ഞത യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ബൈബിൾ അറിയില്ല എങ്കിൽ അദ്ദേഹത്തിന് യേശുവിനെ അറിയില്ല. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ഒരിക്കൽ യുവജനങ്ങളോട് പറഞ്ഞു, യുവാക്കളെ, നിങ്ങൾ ബൈബിൾ കൊണ്ടു നടക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വടക്ക് നോക്കി യന്ത്രമാകാൻ വേണ്ടി തന്നെ, ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ദിശ കാണിച്ചു തരുന്ന വടക്ക് നോക്കി യന്ത്രമാണ് ബൈബിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചനം ശരിയായ തരത്തിൽ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഉത്തരം കിട്ടൂ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, കുടുംബങ്ങളെ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? അപ്പോസ്തല പ്രവർത്തനം 3-ന്റെ 25-ാം വാക്യം നമ്മൾ കണ്ടു. അവിടുന്ന് അബ്രാഹാത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിൻ്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. ഏത് സന്തതി വഴിയാണ് അനുഗ്രഹം വരുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനത്തിലേക്ക് പോകണം. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. 6 അധ്യായമുള്ള ലേഖനമാണ് ഗലാത്യ ലേഖനം. പരിച്ഛേദനം വേണമോ വേണ്ടയോ എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഗലാത്യ ലേഖനം. ആ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യം, ഗലാത്യ ലേഖനം 3-ന്റെ 15-ഉം 16-ഉം വാക്യം ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുത്തു നോക്കണം. ഗലാത്യ ലേഖനം 3-ന്റെ 15-ാം വാക്യം അവിടെ പറയുന്നു, മനുഷ്യസാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അതിൽ ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്നൊന്നും എടുത്തു കളയുകയോ ചെയ്യുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരപ്പച്ചൻ വയസ്സായി, പ്രായമേറെയായി, അദ്ദേഹം വിൽപ്പത്രം എഴുതി വയ്ക്കുകയാണ്. ആ വിൽപ്പത്രം എഴുതി വയ്ക്കുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന് വിൽപ്പത്രം എഴുതി വെച്ചാലും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിന് ആ വിൽപ്പത്രം വീണ്ടും മാറ്റി എഴുതാൻ അവകാശമുണ്ട്. പക്ഷെ അദ്ദേഹം എഴുതി എന്നിട്ട് അദ്ദേഹം മരിച്ചു പോയെങ്കിലോ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതിലെന്താണ് എഴുതിയത് അത് എഴുതിയതുപോലെ തന്നെയാണ്. അതുപോലെ ഒരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. സഹോദരരെ, മനുഷ്യസാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അതിൽ ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്നൊന്നും എടുത്തു കളയുകയോ ചെയ്യുകയില്ല. എന്നിട്ട് പറയുന്നു, ശ്രദ്ധിക്കണമേ, വളരെ ശ്രദ്ധിക്കണമേ, അബ്രാഹാത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ് ദൈവം അനുഗ്രഹം വാഗ്ദാനം ചെയ്തത്. ഈ അപ്പോസ്തല പ്രവർത്തനം 3-ന്റെ 25-ൽ പറയുന്ന അതേ വാക്യം അബ്രാഹാത്തോട് അവിടുന്ന് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിൻ്റെ സന്തതി വഴി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ വാക്യമുണ്ടല്ലോ, ആ വാക്യം പഴയ നിയമത്തിലാണല്ലോ പറഞ്ഞത്. ആ പഴയ നിയമത്തിൽ നമ്മളത് തപ്പിയെടുത്ത് പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് ഉൽപ്പത്തി 22-ലാണ് കാണുന്നത്. ആ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്നു, അവിടുന്ന് അബ്രാഹാത്തോട് അരുളി ചെയ്തു.
കുറച്ചും കൂടി മുകളിൽ നിന്ന് വായിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒരു 16 മുതൽ 22-16 മുതലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നീ നിൻ്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായക കൊണ്ട്. ഉൽപ്പത്തി 22 പ്രമേയം എന്താണ്? അബ്രഹാം ഇസാക്കിനെ യാഗം കൊടുക്കുന്നതാണ്. ആ യാഗം കൊടുക്കാൻ അവൻ തയ്യാറായി. തൻ്റെ ഏകപുത്രനെ, വയസ്സാങ്കാലത്ത് ദൈവം നൽകിയ ഏകപുത്രനെ പോലും ദൈവത്തിന് കൊടുക്കാൻ മടിക്കായക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ദൈവം ശപഥം ചെയ്താണ് അബ്രഹാത്തെ അനുഗ്രഹിച്ച്. എന്താ അനുഗ്രഹം കൊടുത്തത്? നിൻ്റെ സന്തതിയിലൂടെ ഭൂമിയിലെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ശ്രദ്ധിക്കണം, നിൻ്റെ സന്തതിയിലൂടെ. നിൻ്റെ സന്തതികൾ എന്നല്ല പറഞ്ഞത്, സന്തതിയിലൂടെ, അബ്രഹാത്തിൻ്റെ സന്തതിയിലൂടെ. അതാണ് ഗലാത്യ ലേഖനത്തിൽ ഞാൻ സൂചിപ്പിച്ചു വന്നത്. മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലൊന്നും കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല. എന്നിട്ട് പറയുന്നു, ഗലാത്യ ലേഖനം 3:16 വാക്യത്തിൽ പറയുന്നു, അബ്രഹാത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ് വാഗ്ദാനം കിട്ടിയത്. സന്തതികൾ എന്നതിൽ പറഞ്ഞിട്ടില്ല, ബഹുവചനം ഉപയോഗിച്ചിട്ടില്ല എന്ന്. സന്തതികൾ. സംശയമുണ്ടെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായം വായിച്ചു നോക്കണം. 18-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കാണാം, അബ്രഹാത്തിനും അവൻ്റെ സന്തതികൾ എന്ന ബഹുവചനമല്ല ഉപയോഗിക്കുന്നത്. അബ്രഹാത്തിൻ്റെ സന്തതിക്കായിട്ടാണ് അനുഗ്രഹം വാഗ്ദാനം ചെയ്തത്. ആ സന്തതി ആരാണ്? അത് ഇസഹാക്കല്ല. ആ സന്തതി ഇസ്മായേലുമല്ല. ആ സന്തതി കെത്തൂറായിൽ ജനിച്ച സിമ്രാനോ യോക്ഷാനോ മെദാനോ ബിദിയാനോ ഇഷ്ബാക്കോ ഷുവാഹോ അല്ല. പിന്നെ ആരാണ് ആ സന്തതി? ആ സന്തതി ആരാണെന്ന് മനസ്സിലായാൽ ആ സന്തതിയിലൂടെയാണ് ഭൂമുഖത്തെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നത്. ആ സന്തതി ഗലാത്യ ലേഖനം 3:16 പറയുന്നതനുസരിച്ച് ആ സന്തതി ക്രിസ്തുവാണ്. അപ്പോസ്തലൻ പറയുന്ന വാക്ക് അങ്ങനെ തന്നെ ഞാൻ വായിക്കാം. വാഗ്ദാനം ലഭിച്ചത് അബ്രഹാത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്നതിൽ പറഞ്ഞിട്ടില്ല. ഒരുവനെ ഉദ്ദേശിച്ച് സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് അബ്രഹാത്തിൻ്റെ സന്തതി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഒപ്പം പ്രസംഗത്തിൽ എൻ്റെ ഒപ്പം വന്ന ആളുകൾക്ക് മനസ്സിലാകുന്നു. അവർ ഒന്നുകൂടെ ശ്രദ്ധിച്ച്, അവിടെ നിന്ന് അബ്രഹാത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിൻ്റെ സന്തതി വഴി അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ അബ്രഹാത്തിൻ്റെ വംശത്തിൽ അബ്രഹാത്തിൻ്റെ മകൻ ഇസാക്ക്, ഇസാക്കിൻ്റെ മകൻ യാക്കൂബ്, അങ്ങനെ വന്ന് അതിൽ വരുന്ന ക്രിസ്തുവിലൂടെയാണ് ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ക്രിസ്തുവിനെ മാറ്റി നിർത്തി എങ്ങനെയാണ് കുടുംബം അനുഗ്രഹിക്കപ്പെടുക? നമ്മുടെ സഭയിൽ ഫുൾട്ടൻ ജേഷീൻ, കത്തോലിക്ക സഭയിലെ ഏറ്റവും മഹാനായ ബിഷപ്പാണ് ഫുൾട്ടൻ ജേഷീൻ. അദ്ദേഹം പറയുന്നു, 3 പേർ തമ്മിലുള്ള പാവനമായ ബന്ധമാണ് വിവാഹം. വിവാഹത്തിന് 3 പേർ. വിവാഹത്തിന് ഭാര്യ ഭർത്താവ് എന്ന് 2 പേർ മാത്രമല്ല, മൂന്നാമതൊരാൾ വേണം. ആ മൂന്നാമതൊരാളെക്കുറിച്ചാണ് വേദം നമ്മളെ പഠിപ്പിക്കുന്നത്, ക്രിസ്തു. ആ ക്രിസ്തുവാണ് അബ്രഹാമിൻ്റെ പുത്രൻ. അബ്രഹാമിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് ഇസഹാക്കല്ല, ഇസ്മായേലല്ല, കെതൂറായിൽ ജനിച്ച 6 മക്കളല്ല. അബ്രഹാമിൻ്റെ പുത്രൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് ക്രിസ്തുവാണ്. അതാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, അബ്രഹാമിൻ്റെ പുത്രൻ അല്ലെങ്കിൽ സന്തതികൾ എന്നല്ല പറയുന്നത്, സന്തതി ഏകവചനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിലൂടെയാണ് അനുഗ്രഹം വരുന്നത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അനുഗ്രഹം ആരിലൂടെയാണ് ഒഴുകി വരുന്നത്, ആ വ്യക്തിയുടെ അടുക്കിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ അടുക്കലെത്തിക്കഴിഞ്ഞാൽ, അവിടെ എത്തിപ്പെട്ടാൽ രക്ഷപ്പെട്ടു. ഒരു പുഴയുടെ അപ്പുറത്ത് ഒരു മാവ് നിൽപ്പുണ്ടെന്ന് കരുതുക. ഒരു മാവിൽ ധാരാളം മാമ്പഴമുണ്ട്. നമുക്ക് പലതരത്തിൽ പോവാം അങ്ങോട്ട്. നമുക്കൊരു വഞ്ചിയിൽ കയറി അപ്പുറത്തേക്ക് പോവാം. നീന്തൽ വശമുള്ളവർക്ക് ഈ നദി നീന്തി കടന്ന് അക്കരയ്ക്ക് പോവാം. ഇനി വാഹനത്തിലൂടെ ആണെങ്കിൽ അപ്പുറത്ത് കുറേ വളഞ്ഞ് അപ്പുറത്തൊരു പാലമുണ്ട്, അതിലൂടെ വരാം. ഈ മരത്തിൻ്റെ ചുവട്ടിൽ എത്തണമെന്ന് മാത്രം. അതുപോലെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് എത്തണമെന്ന് മാത്രം. ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് എത്തിയാൽ മതി. അത് നീ എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം, അതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല. ചില ചോദിക്കും, ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇപ്പം നോക്കൂ, മലയാളികൾ കൈ കൊണ്ട് ചോറുണ്ണുന്നു, സായിപ്പുമാരാണെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കുന്നു, ജപ്പാൻകാരാണെങ്കിൽ ചില കമ്പുകളൊക്കെ ഉപയോഗിച്ച് കഴിക്കുന്നു. എന്താണെങ്കിലും ഈ ഭക്ഷണം അകത്തേക്ക് എത്തിയാൽ മതി. അത് ഏത് രീതിയിൽ കഴിക്കണമെന്നില്ല എന്ന് പറയുന്ന പോലെ നിനക്ക് വേണമെങ്കിൽ സ്വരമുയർത്തി പ്രാർത്ഥിക്കാം, നിനക്ക് ധ്യാനിച്ചു പ്രാർത്ഥിക്കാം. നിൻ്റെ പ്രാർത്ഥന നിൻ്റെ ദൈവസന്നിധിയിലേക്ക് നിന്നെ എത്തിക്കണം. നിൻ്റെ മനസ്സും ഹൃദയവും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നത് ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കുമ്പോഴാണ്. ചിലപ്പോൾ നിനക്ക് അല്പസമയം ഇരുന്ന് പാട്ട് പാടിയാൽ മതി, നിൻ്റെ മനസ്സ് ദൈവത്തിലേക്ക് ഉയരുമെങ്കിൽ അതാണ് പ്രാർത്ഥന. നീ ചിലപ്പോൾ ഏകാന്തനായ ഒരു സ്ഥലത്ത് തനിച്ചിരിക്കുമ്പോൾ നിൻ്റെ മനസ്സ് ദൈവത്തിലേക്ക് ഉയരുമെങ്കിൽ അതാണ് പ്രാർത്ഥന.
പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഏത് രീതിയിൽ പ്രാർത്ഥിക്കുന്നു എന്നതിലല്ല, നിൻ്റെ മനസ്സ് ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ, നീ ആ മാവിൻ്റെ ചുവട്ടിൽ എത്തുന്നുണ്ടോ, ആ ഫ്രൂട്ട്സ് നിനക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിലായിത്തീരുമ്പോഴാണ് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തു എന്ന പരമപുരുഷനുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ അനുഗ്രഹിക്കപ്പെടൂ. ഈ ബന്ധമില്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടില്ല. ഇപ്പം നമുക്കറിയാം, ക്രൈസ്തവരുടെ ഭവനത്തിൻ്റെ മുൻവശത്ത്, വീടിൻ്റെ മുൻവശത്തെ വാതിലിൻ്റെ മുകളിൽ എഴുതി വെച്ചൊരു വാക്കുണ്ട്. എന്താണ്? ക്രിസ്തു ഈ ഭവനത്തിൻ്റെ നായകൻ അല്ലേ, എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഈ വീട്ടിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും സമാധാനം. ഇങ്ങനെ നല്ല വാക്കുകളുണ്ട്, നല്ല വാക്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. പ്രിയപ്പെട്ടവരെ, ഇനി ഇതിൻ്റെ അകത്തേക്കൊന്ന് പ്രവേശിച്ചു നോക്കൂ. ആ അകത്ത് സത്യത്തിൽ ക്രിസ്തു ഭരണം നടത്തുന്നുണ്ടോ? അവിടെയുള്ള കുടുംബനാഥൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ഭരണം നടത്തുന്നു. അവിടെയുള്ള അമ്മയുടെ ഹൃദയത്തിൽ ക്രിസ്തു ഭരണം നടത്തുന്നു. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു ഭരണം നടത്തുന്നു. അതാണ് ശരിക്കും ക്രൈസ്തവ കുടുംബങ്ങളെന്ന് പറഞ്ഞത്. ക്രിസ്തു ഭരണം നടത്തുന്ന വ്യക്തികൾ ആയി മാറുക. ക്രിസ്തു ഓരോരുത്തരുടെ ഉള്ളിൽ രാജാവായി ഭരണം നടത്തുന്ന ഈ അവസ്ഥ, അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് സത്യത്തിൽ ക്രൈസ്തവ കുടുംബങ്ങളെന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ, പഴയ നിയമത്തിൽ ജോഷുവ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ 24-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. നല്ലൊരു വാക്യമാണ്. ഞാനതിൻ്റെ സ്റ്റിക്കറൊക്കെ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ചിലതൊക്കെ വീട്ടിൽ പതിപ്പിച്ചിരിക്കുന്നത് കാണാം. ഞാനും എൻ്റെ കുടുംബമോ കർത്താവിനെ സേവിക്കും. അപ്പോൾ ഒരാൾ മാത്രമല്ല, കുടുംബത്തിലെല്ലാവരും കർത്താവിനെ സേവിക്കുന്നവരായിട്ട് മാറുന്നു. യേശു ക്രിസ്തു ഉള്ള വ്യക്തികളായിട്ട് മാറുന്നു. ആ കുടുംബങ്ങളാണ് അനുഗ്രഹിക്കപ്പെടുക. ഇന്ന് പഴയ കാലത്തിനേക്കാൾ വിഭിന്നമായി ധാരാളം കുടുംബ ബന്ധങ്ങൾ പൊട്ടിത്തകരാണ്. അല്പായുസ് മാത്രമേ ഉള്ളൂ. യൂറോപ്പ് പോലെ ആയി അല്ലേ. വിവാഹം കഴിക്കാൻ ആളുകളില്ല, വിവാഹം കഴിച്ചാലും അത് അനുസ്യൂതം തുടർന്നു പോകുന്ന ബന്ധങ്ങളില്ല, അവസാനം വരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അതും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ക്രിസ്തുവിലൂടെയല്ല ഈ ബന്ധങ്ങളെയൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ഭാര്യ ചിന്തിക്കുന്നു, ഈ പുരുഷനെ, ഈ വ്യക്തിയെ കർത്താവാണ് എനിക്ക് അൾത്താര മധ്യത്തിൽ വെച്ച് കർത്താവാണ് എനിക്ക് തന്നത്. പുരുഷൻ ചിന്തിക്കുന്നു, ഈ സ്ത്രീയെ ഭാര്യയായി കർത്താവാണ് എനിക്ക് തന്നത്. കർത്താവിൻ്റെ കൈകളിൽ നിന്ന് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാത്തിടത്തോളം കാലം ഒരാൾക്ക് നല്ല കുടുംബജീവിതം നയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പലപ്പോഴും വളരെയധികം 50 വർഷം 60 വർഷമൊക്കെ വിവാഹത്തിലൂടെ ഒരുമിച്ച് ജീവിച്ച പ്രായമായ ദമ്പതിമാർ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചത് കൊണ്ടല്ല, പിന്നെയോ സഹിച്ച് കടിച്ച് പിടിച്ച് ജീവിച്ചുകൊണ്ടല്ല, നിങ്ങൾ ക്രിസ്തുവിലൂടെ ആ ബന്ധത്തിൽ ആണ് നിങ്ങൾ ജീവിച്ചെങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയ ആളുകളുണ്ട്. അവർ മനസ്സിലാക്കുക, യേശു ക്രിസ്തു എന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ കുടുംബം അനുഗ്രഹിക്കപ്പെടൂ. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ധാരാളം പേര് പ്രാർത്ഥിക്കാറുണ്ട്, തിരുക്കുടുംബത്തിൻ്റെ ശാന്തിയും സമാധാനവും തരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും, ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. തിരുക്കുടുംബത്തിൻ്റെ ശാന്തിയും സമാധാനം. തിരുക്കുടുംബത്തിലേക്കൊന്ന് നോക്കുക. അവിടുത്തെ ആദ്യത്തെ പ്രശ്നം എന്തായിരുന്നു? യോസേപ്പ് പിതാവിന് സംശയം, മറിയത്തെ സംശയം. കാരണം എന്താണ്? തങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിന് മുമ്പേ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. അപ്പോൾ അവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം സംശയമായിരുന്നു. തിരുക്കുടുംബത്തിൻ്റെ ശാന്തിയും സമാധാനം വേണമെന്ന് പ്രാർത്ഥിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. രണ്ടാമതായി നമ്മൾ കാണൂ, മാതാവിൻ്റെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന പ്രകാരം പേരെഴുതി ചേർക്കാൻ വളരെ ദൂരെ നിന്ന് കഴുതയുടെ പുറത്തൊക്കെ വന്നെന്ന് പറഞ്ഞ് എനിക്കറിഞ്ഞുകൂടാ. ആ ദുസ്സഹമായ യാത്ര, തിരുക്കുടുംബത്തിൻ്റെ ശാന്തിയും സമാധാനം എന്ന് ഓർത്ത് നോക്കുക. പിന്നെയോ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു നല്ല ഇടം കിട്ടാതിരുന്ന്, ജനിച്ചതിന് ശേഷം കുഞ്ഞിനെ കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത്, എല്ലാ തരത്തിലും രാജാക്കന്മാർ പോലും യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചത്. എവിടെയാണിപ്പോൾ തിരുക്കുടുംബത്തിൻ്റെ ശാന്തിയും സമാധാനം എന്ന് പറയുന്നത്? സംശയം ഉണ്ടായതോ, പ്രസവിക്കാൻ ഇടം കിട്ടാത്തതോ, ഈ ജീവിതത്തിലുണ്ടായ അലച്ചിലുകളോ, ദാരിദ്ര്യമോ, ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതല്ല പ്രിയപ്പെട്ടവരെ. അവർക്ക് യേശു അവരുടെ കൂടെയുള്ളതാണ് അവരുടെ സമാധാനമായി. യേശുവുമായിട്ടുള്ള ബന്ധമാണ് ഈ നീറുന്ന പ്രശ്നത്തിലൊക്കെ അവർക്ക് ആശ്വാസം ഉണ്ടായത്. അതുകൊണ്ട് യേശുവിനെ വിളിക്കുന്നത് കൊണ്ട് കുടുംബത്തിലെ എല്ലാ രോഗങ്ങളും മാറി, കടം മാറി, എല്ലാം സ്വസ്ഥവും പിന്നെ ഒരു പ്രശ്നമില്ലാത്തൊരു ജീവിതമല്ല കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത്. ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കൂ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ ആ ആത്മധൈര്യവും ശക്തിയും കിട്ടും. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി
കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം കേട്ട എല്ലാവരെയും ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.